പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒക്ടോബർ 1-ാം തീയതി ബുധനാഴ്ച. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ദൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ. ആമേൻ. വിശ്വാസപ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയിലെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവർക്ക് ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിലിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങ് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ പ്രസംഗിച്ച് കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെട്ട് കർത്താവ് സഭയിലുള്ള സാന്നിധ്യം വേണമാണ്. 19 വർഷം ഞാൻ അർപ്പിച്ച കുർബാന യോഗ്യതയാണ്. ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യം ഞാൻ നമ്മുടെ കർത്താവിന്റെ നാമത്തെ അർപ്പിച്ചു. ദേവമാതാവ് സംരക്ഷണാധികാരി നിന്റെ കൂടെ നിന്റെ വലത്ത് വിടത്തും വീട്ടിലും വഴിയും ദിവസം കരയിലും എന്നെ അകമ്പടിച്ച വിത്തോട് സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉച്ചമുള്ളക്കാലം വരെ കർത്താവ് നിന്റെ വിശുദ്ധമായ രക്തത്താൽ നിന്നെ സ്പർശിക്കട്ടെ.
യേശു കർത്താവാണ് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന നിനക്ക് ദൈവികമായ ചൈതന്യം ഇറങ്ങി വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭക്തി നഷ്ടപ്പെടാറുണ്ടാകാം, പ്രാർത്ഥന നഷ്ടപ്പെടാറുണ്ടാകാം, വിശ്വാസത്തെ ആവശ്യമുള്ളവരുടെ അവരവരെല്ലാം കർത്താവ് ശക്തി പ്രവർത്തിക്കട്ടെ. ചില വീടുകളെ അവരുടെ വ്യക്തികളുണ്ടാകും, അവർക്ക് സമാധാനമില്ലാത്തവരുണ്ടാകും. ഇവിടുന്ന് വല്ലപാടും പോയി ഒളിച്ചാൽ മതി, ഇറങ്ങിപ്പോയാൽ മതി ചിന്തിച്ചുകൊണ്ട് വേദനയിൽ ജീവിക്കുന്നവരുണ്ടാകും. ചില വ്യക്തികളെ കൊണ്ട് നീ വേദനിക്കുന്നുണ്ടാകും. അവരെ കർത്താവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. അവരുടെ ജീവിതമാർഗങ്ങൾ നഷ്ടപ്പെട്ടു പോയി, ജീവിതമാർഗങ്ങളെ ലഭിക്കുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചിരുന്ന വിഷയം കയ്യിൽ നിന്ന് വിട്ടുപോയവരെ സങ്കടപ്പെട്ട് ഉറക്കത്തിൽ കർത്താവെ അവര് ഒരു തരത്തിലും സമാധാനമില്ലാതെ രക്ഷിച്ചവരുണ്ട്. പല ബന്ധങ്ങൾ വിട്ടുപോയത് കാരണം, പല തരത്തിലുള്ള പരാജയങ്ങൾ വന്നുപോയത് കാരണം, പല ആശിച്ചേണ്ട പല വിഷയങ്ങളും കയ്യിൽ വിട്ടുപോയത് കാരണം, അവർക്ക് റിസൾട്ട് കിട്ടാതിരുന്നത് കാരണം വേദനിച്ച് ജീവിക്കുന്നവരുടെ കർത്താവെ അവർക്ക് പുതിയൊരു ജീവിതം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഇതുപോലെ പോട്ടെ, എങ്ങനെയും പോട്ടെ, പോയി വിടുന്ന സത്യം തന്നെ എന്ന് വിചാരിച്ച് നിരാശപ്പെട്ട് സ്വയംപരായി ഇരിക്കുന്നവരുടെ കർത്താവിന്റെ രക്തം നൽകപ്പെടുമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമം സഭയുടെ അധികാരം കുറിച്ചിന്റെ അടയാളം ദൈവശക്തി ദൈവവേദന ഞാൻ ഗ്രഹിക്കപ്പെട്ടു.